സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറം ജില്ലയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പുതിയ വിപ്ലവത്തിന് അരങ്ങുണരുന്നു. പദ്ധതിയുടെ ഭാഗമായി ആദ്യവർഷം 4000 പേർക്ക് SSLCയും 2000 പേർക്ക് +2 പരീക്ഷ എഴുതാനുള്ള പരിശീലനവും നൽകും. ജില്ലയിൽ 50 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ സ്ത്രീകളെയും 10ാം ക്ലാസ് യോഗ്യതയുള്ളവരാക്കുന്ന യോഗ്യസാക്ഷരതാ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ജനകീയമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സാക്ഷരതാ മിഷന്റെ കൂടി സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതി സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമാകും. ജില്ലയിൽ കുടുംബശ്രീ നടത്തിയ കണക്കെടുപ്പനുസരിച്ച് 15,000 സ്ത്രീകളാണ് പദ്ധതിക്ക് കീഴിൽ 10ാം ക്ലാസ് യോഗ്യത നേടാനുള്ളത്. ജില്ലയിലെ പഞ്ചായത്തുകൾ തോറുമുള്ള CDSകൾ വഴിയാണ് യോഗ്യരായവരെ തിരഞ്ഞെടുക്കുന്നത്. CDS തലങ്ങളിൽ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ്. രജിസ്റ്റർ ചെയ്യുന്നവർക്കായി സാക്ഷരതാ മിഷന്റെയും മറ്റ് സർക്കാർ ഏജൻസികളുടെയും സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് പരിശീലനം. ക്ലബ്ബുകൾ, ഓക്സിലറി ഗ്രൂപ്പുകൾ, വായനശാലകൾ മുഖേനയും പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കും. രജിസ്റ്റർ ചെയ്യുന്നവർ ക്ലാസുകളിൽ കൃത്യമായി പങ്കെടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ കൂടുതലുള്ള ജില്ലയിലെ തീരദേശ മേഖല, പട്ടികജാതി പട്ടികവർഗ കോളനികൾ എന്നിവിടങ്ങളിൽ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നതായി ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ ജാഫർ K. കക്കൂത്ത് വ്യക്തമാക്കി. ജില്ലാ പ്രോഗ്രാം മാനേജർ P. റൂബി രാജിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 18നും 50നും ഇടയിലുള്ള മുഴുവൻ സ്ത്രീകളെയും SSLC പരീക്ഷ എഴുതിപ്പിക്കുക. അതുപോലെ തന്നെ അത്തരം ആളുകളെ ആവശ്യമെങ്കിൽ +2 പരീക്ഷ എഴുതിപ്പിക്കുക. ജനകീയമായ പങ്കാളിത്തത്തോടുകൂടി മുഴുവൻ ആളുകളെയും മുഴുവൻ സ്ത്രീകളെയും SSLC എഴുതിക്കുന്ന ഒരു വലിയ ദൗത്യമാണ്. സാക്ഷരതാ മിഷന്റെ പരീക്ഷാ ഫീസ് കുടുംബശ്രീ ഫണ്ടിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്നും നൽകും. ഇതിനു പുറമെ സഹകരണ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവർ സ്പോൺസർഷിപ്പിലൂടെയും രജിസ്ട്രേഷന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷന്റെ അവസാന തീയതി മെയ് മാസം വരെ നീട്ടിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.